വയനാട് ജില്ലയിലെ വനാതിർത്തി മേഖലകളിൽ കർഷകർ കാലികളെ വളർത്തുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കടുവയും പുലിയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യത്തിന് പുറമെ നിലവിലെ ശക്തമായ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റവും പ്രതിരോധിച്ചാണ് ഉപജീവന മാർഗം കൂടിയായ കാലി വളർത്തലുമായി ഇവർ മുന്നോട്ടു പോകുന്നത്. വനാതിർത്തികളിലെ കർഷകരിലധികവും പശുക്കളെ വളർത്തിയും പാൽ വിൽപ്പന നടത്തിയുമാണ് നിത്യവൃത്തി നടത്തുന്നത്. എന്നാൽ ഇവർക്ക് അനുകൂലമായ സാഹചര്യമല്ല മേഖലകളിലുള്ളത്. വന്യമൃഗങ്ങളുടെ ശല്യവും ഒപ്പം കാലാവസ്ഥാ മാറ്റവും കർഷകരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ശക്തമായ വെയിൽച്ചൂടിൽ കന്നുകാലികളുടെ തീറ്റപ്പുല്ല് കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. മൃഗങ്ങളൊപ്പം നടന്ന് ജീവിക്കുകയാണ്. തീറ്റയില്ല, കുടിക്കാൻ വെള്ളമില്ല. വെള്ളമോ വയലുള്ളത് കൊണ്ട് തരക്കേടില്ല. അത് മാത്രമേ ഒരു ആശ്രയങ്ങളുള്ളൂ. പിന്നെ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും വരും, അത് ശല്യം ചെയ്യും. ഇങ്ങനെയൊക്കെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒപ്പം തിരിഞ്ഞ് ജീവിക്കാം. മുത്തങ്ങയിലെ രാമ്പള്ളിയിലും സമാനാവസ്ഥയാണ്. വനത്താൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമത്തിലെ 30 ഏക്കർ വയലിലാണ് ഇവിടെയുള്ള കർഷകർ കാലികളെ മേയ്ക്കുന്നത്. എന്നാൽ ഈ വയലും കരിഞ്ഞുണങ്ങിയ നിലയിലാണ്. പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും അതെല്ലാം അതിജീവിച്ച് മുൻപോട്ട് നീങ്ങുകയാണിവർ. കേരള വിഷൻ ന്യൂസ്, വയനാട്.